ഗെയ്സ് നമ്മളിന്ന് പോകുന്നത് ഊട്ടിയിൽ വെളുത്തുള്ളി കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു പരിചയത്തിലുള്ള ഒരാളെ അവിടെ തോട്ടത്തിൽ വിളവെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും രണ്ട് ഒപ്പമുള്ള ആളുകളും കൂടിയിട്ട് ഞങ്ങളിന്ന് പോവുകയാണ്. അപ്പോൾ പോകുന്നത് ടൗണിൽ നിന്ന് മാറി ഉൾഭാഗത്ത് കൂടിയാണ്. പോണ വഴിയിലുള്ള കൃഷിയിടങ്ങളാണ് ഈ കണ്ടിരിക്കുന്നത്. നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ വീഡിയോയിൽ പകർത്തിയത്. മൊത്തം ഇത് കാണുന്നതൊക്കെ കൃഷിയിടങ്ങളാണ്. ഇടത് ഭാഗത്തായിട്ട് കാണുന്നതെല്ലാം നല്ല നല്ല കൃഷിയിടങ്ങളാണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, അങ്ങനെ തുടങ്ങി ഇഷ്ടംപോലെ പലതരത്തിലുള്ള എന്താണ് കോളിഫ്ലവർ, ക്യാബേജ്, ഇങ്ങനെ പലതരത്തിലുള്ള കൃഷികളാണ് നമ്മൾ പോണ വഴിയിൽ മുഴുവൻ കാണുന്നത്. അപ്പോൾ നമുക്ക് പല സമയങ്ങളിലും അറിയുന്ന സമയങ്ങളിലും ഇനി ഇതുപോലെ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൃഷിയിടങ്ങൾ വിളവെടുപ്പിനൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ പകർത്തി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. പോണ വഴിയിൽ താഴെ ഒരു ഗ്രാമം കാണുന്നത് വീഡിയോയിൽ എടുത്താണ്. അവിടെ നല്ല കോട പൊഴിച്ചെടുക്കുന്ന മലനിരകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ആ ഭാഗത്ത്, ആ കോട മുടി കിടക്കുന്ന ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. പോണ വഴിയിൽ കുറച്ച് ചക്കമാർ ക്യാരറ്റ് പെറുക്കുന്നത് കണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവർ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഞങ്ങളെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കോളൂ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയതാണ്. അവർ ക്യാരറ്റ് തോട്ടത്തിൽ പറിച്ച് കഴിഞ്ഞ് ബാക്കി ഉണ്ടാവുന്ന ക്യാരറ്റ് അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിയിലെല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ച. കാരണം ഊട്ടിൻ്റെ ഔട്ടർ എന്ന് പറഞ്ഞാൽ ടൗണ് മാറിയിട്ടുള്ള ഔട്ടർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അത് കണ്ട നമ്മൾ കോടമൂടി കിടക്കുന്ന നേരത്തെ കണ്ട ആ സ്ഥലമാണത് ദൂരെ കാണുന്നത്. നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്താണെന്നാണ് നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇത് നമുക്ക് പോയി നോക്കാം. നല്ല ഭംഗിയുള്ള ഈ സ്ഥലങ്ങൾ. പോകുമ്പോൾ ഇപ്പോൾ ഊട്ടി ടൗണിൽ ചെറിയൊരു സ്പ്രേ പോലത്തെ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കാലാവസ്ഥ ഭയങ്കര ചേഞ്ചായി. നല്ല വെയിലും മഴയൊന്നും അവിടെ പെയ്തിട്ടേ ഇല്ല. കണ്ടിട്ട് എനിക്കൊണ്ട് 2 ദിവസത്തിൻ്റെ അടുത്തായിട്ട് മഴ പെയ്യാത്തൊരു സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നിയത് അവിടെ കണ്ടപ്പോൾ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഊട്ടിയിലെ ടൗണിനെ അപേക്ഷിച്ച് നല്ല അടിപൊളി ക്ലൈമറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഏതായാലും നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴിയിലുള്ള, കാരണം ഊട്ടിയിൽ പൊതുവേ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കൃഷിയാണ് ഇവിടുത്തെ മെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കൃഷികളാണ് ഇവിടുത്തെ മെയിൻ. പലതരത്തിലുണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ ചൈനീസ് ക്യാബേജ്, നമ്മൾ ഈ സാൻഡ്വിച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ചൈനീസ് ക്യാബേജ്, അങ്ങനത്തെ തുടങ്ങി കസ്കസ് ഒരുപാട് സ്ഥലമുണ്ട്. ഇത് പോണ വഴിയിൽ ക്യാരറ്റ് തോട്ടം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തതാണ്. അതിൻ്റെ റോഡിനോട് ചാരിയിട്ടുള്ളൊരു തോട്ടമാണ്. അപ്പോൾ അതിൽ ക്യാരറ്റ് ആയി വരുന്നേ ഉള്ളൂ. ഞാൻ ചില സമയങ്ങളിൽ ചില തോട്ടങ്ങളിൽ പോകുമ്പോൾ ക്യാരറ്റ് ഇങ്ങനെ മുകളിൽ കാണാം. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ടോ നോക്കിയപ്പോൾ അത് കാണില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടി പകർത്തി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ക്യാരറ്റ് തോട്ടത്തിൻ്റെ വിളവെടുപ്പ് ഇനി ഭാവിയിൽ വരുമ്പോൾ നമുക്ക് കാണാം. ഇതാണ് നമുക്ക് പോകേണ്ട സ്ഥലമാണ്. അവിടെ ദൂരെ കുറേ സ്ത്രീകളും ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കി. വണ്ടി നിർത്തിയ സമയത്ത് പെട്ടെന്നൊരു കോട വന്നതാണ്. ഭയങ്കരമായിട്ട് കോട മൂടി. വളരെ പെട്ടെന്നാണ് സംഭവിച്ചത്. വണ്ടി റോട്ടിൽ നിർത്തിയിട്ട് നടന്നു വരികയാണ്. അപ്പം അങ്ങനെ നമ്മളങ്ങനെ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന തോട്ടത്തിലെത്തിയിട്ടുണ്ട്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറിക്കുന്നതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതൊരു ഷെഡ് ഉള്ളതാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഉണക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി. ഇതാണ് തോട്ടം വരുന്നത്. എത്ര ഏക്കറുണ്ട്? 3 ഏക്കറായിട്ടാണ് അവർ പറഞ്ഞത്. കൃത്യമായിട്ട് നമുക്കറിയില്ല. ജോലിക്കാരാണ് അവിടെ ഉള്ള ആളുകളൊക്കെ. ഇതാണ് വെളുത്തുള്ളി തോട്ടം. വെളുത്തുള്ളി ഭയങ്കര രസമുണ്ട് കാണാൻ. എനിക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ മണ്ണിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കണ, മണ്ണിന് താഴെ ഇങ്ങനെ കിടക്കണ വെളുത്തുള്ളി കിടക്കണ വീഡിയോ ആണ് വരുന്നത്. നല്ല കാണാൻ ഭയങ്കര രസമാണ്. ഇനി ഇത് പറിച്ചെടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ഇവർ ഉപയോഗിക്കുന്ന ഒരു നമ്മളെ കൈക്കോട്ടിൻ്റെ ചെറിയ വേറൊരു ടൈപ്പിലുള്ള സാധനം, നമ്മൾ ചെടിയൊക്കെ ശരിയാക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കണ പോലത്തെ ഒരു സാധനം കൊണ്ടാണ് അവരിത് എടുക്കുന്നത്. ഈ മണ്ണിൽ നിന്ന് എടുക്കുന്നത്. നമ്മളവിടുത്തെ പോലെയല്ല. മണ്ണ് വളരെ ഒരു കട്ടിയില്ലാത്ത, ഉറപ്പില്ലാത്ത ടൈപ്പ് മണ്ണാണ് ഇവിടെ ഉള്ളത്. ഇതാണ് വെളുത്തുള്ളിയാണ് ഉള്ളത്. ഇതൊക്കെ മൊത്തം വെളുത്തുള്ളിയാണ്. ഇതാണ് അവർ ഉപയോഗിക്കുന്ന സാധനം. ഇതാണത്. ഇങ്ങനെ 2 കാലായിട്ടാണ് അതിങ്ങനെ കുത്തിയിട്ടാണ് എടുക്കുക. അത് വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഉള്ളി എടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത്. അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് അവരിങ്ങനെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
മണ്ണ് കണ്ടാൽ നല്ല ഉറപ്പില്ലാത്ത ടൈപ്പ് മണ്ണാണത്. ഇതാണ് വെളുത്തുള്ളി, ഒന്ന് വിളവെടുത്ത വെളുത്തുള്ളിയാണിത്. അതെടുത്തിട്ട് പിന്നെ അവർ ഇതേപോലെ പിന്നെ സൈഡിൽ ഇങ്ങനെ ആക്കിയേക്കും. എന്നിട്ട് അത് ബാക്കിയുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് കൊട്ടയിലെടുക്കും. കൊട്ടയിലെടുത്തിട്ട് അവിടെ ആ ഷെഡ് കണ്ട ഷെഡിൽ കൊണ്ടുപോയിട്ട് ഒരു സൈഡിൽ വെക്കും. അത് കഴിഞ്ഞ് വേറെ കുറച്ച് ആൾക്കാർ ഇത് പറിച്ച് എടുത്തിട്ട് അപ്പോൾ അവിടെ കണ്ട പോലെ ഷീറ്റുണ്ട്, ആ ഷീറ്റിൽ ഇങ്ങനെ ഇട്ട് വെക്കും. ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്. ആ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അതിന് ശേഷം ഇത് ചാക്കിൽ കയറ്റി ലോറിയിൽ കൊണ്ടുപോകുന്നതാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ കഴുകണമൊന്നും കണ്ടില്ല. അത് എനിക്കൊണ്ട് ഊട്ടിയിൽ പൊതുവേ ഞാൻ ഊട്ടി മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ വെളുത്തുള്ളിയാണ്. ഇങ്ങനെ തന്നെ ഈ കളറിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഭയങ്കര സ്മെല്ലും, അതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമ്മുടെ നാട്ടിലുള്ള വെളുത്തുള്ളിയൊക്കെ കണ്ട ചപ്പാണെന്ന് മനസ്സിലാവും. അത്രയേറെ സൂപ്പറായിട്ടുള്ള സാധനമാണ്. കാരണം ഫ്രഷ് ആയിട്ടുള്ളതും അല്ലേ. ഇതിവിടെ നമ്മൾ വില ചോദിച്ചപ്പോൾ ഇവരിവിടെ വണ്ടിയിൽ കയറ്റി വിടുന്നത് ഇപ്പം നല്ല വിലയാണ്. കിലോക്ക് 500 രൂപയാണ് പറഞ്ഞത്. പൊതുവേ ഊട്ടി വെളുത്തുള്ളിക്ക് വില കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇറങ്ങുന്ന വഴിയിൽ പോരുന്ന വഴികൾ നടന്നു പോരുമ്പോഴാണ് വലതുഭാഗത്തൊരു ചെറിയൊരു ചായയും കാപ്പിക്കൊരു തോട്ടം. അപ്പോൾ അവിടെ ഓറഞ്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കണ കണ്ടു ഒരു മരത്തിൽ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ നോക്കിയപ്പോൾ നല്ല പഴുത്ത് നിൽക്കണ ഓറഞ്ച് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ ഒരു അക്ക നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ പറിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കുമ്പോഴാണ് ഈ മരത്തിൽ വലിയൊരു കടന്നൽ കൂടുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ വേറെ മരങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ മരങ്ങളിലൊക്കെ നോക്കി. പക്ഷേ അതിലൊന്നും നല്ല പഴുത്ത കായ കാണില്ല. ചെറിയ കായ ഉണ്ട്, പക്ഷേ പഴുത്ത ഓറഞ്ചൊന്നും എവിടെയും കാണാനില്ല. ഈ മരത്തിൽ മാത്രമേ ഉള്ളൂ. എനിക്കൊന്നത് വേറെ ആരെങ്കിലുമൊക്കെ കടന്നലുണ്ടായതുകൊണ്ട് പറിക്കാതിരുന്നാണ് തോന്നുന്നുണ്ട്. ഏതായാലും ഒന്നും നോക്കിയില്ല. വേറൊരു മരത്തിൽ കയറി അതിന്മേൽ 1-2 ഉണ്ടായിരുന്നു. അതൊക്കെ പറിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം കടന്നലുണ്ടെങ്കിലും ഞങ്ങളൊരു വലിയൊരു വടിയൊക്കെ എടുത്തിട്ട് ഈ പഴുത്ത ഓറഞ്ചുള്ള ആ മരത്തിൽ നിന്ന് ഒരു 3-4 ഓറഞ്ച് എടുത്തു. ഇപ്പോൾ ഞാൻ ഈ പറിക്കണ ഇത് പറഞ്ഞാൽ ചെറിയൊരു പുളിയുള്ള ടൈപ്പാണ്. പക്ഷേ ആ കടന്നലുള്ള മരത്തുമുള്ള ഓറഞ്ച് ഭയങ്കര മധുരമായിരുന്നു. പിന്നെ നമ്മളൊന്നും ചേർക്കാതെ കിട്ടുന്ന സാധനമല്ലേ. കാരണം ഇവരങ്ങനെ ഒരു കൃഷിയായിട്ട് ചെയ്യണതല്ല എന്നുള്ളത് മനസ്സിലായി കണ്ടപ്പോൾ. മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഇവർ അത്ര വലിയ ശ്രദ്ധയിൽ കൃഷിയായിട്ട് ചെയ്യണമെന്നല്ല. ഇതിപ്പോൾ ഞാൻ ഈ മരത്തിൽ കയറിയിട്ട് കുറച്ച് ഓറഞ്ച് കിട്ടി കയ്യിൽ. ഇതാണ് ഈ മരത്തിൽ നിന്ന് കിട്ടിയത്. ഇതൊരു ആവറേജ് മധുരം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള മധുരമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഞങ്ങളത് കഴിഞ്ഞ് വന്ന് കോട്ടേജിലെത്തി. നമ്മളെ ഉള്ളത് നല്ല ഉപ്പും മുളകൊക്കെ ഇട്ട് അടിച്ച് പൊടിച്ച് ഞങ്ങളന്ന് കഴിച്ചു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത തവണ കാണാം. ഓക്കെ.